Ready? Ready, 1, 2, 3, start. Welcome to our home. Hi all. Hi. So നമ്മളിങ്ങനെ ആലോചിച്ചപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടയ്ക്ക് സ്റ്റോറിയൊക്കെ ഇടുമ്പം കുറച്ചേരൊക്കെ എന്നോട് ഇങ്ങനെ ഈ ബാക്കിൽ കാണുന്ന കോർണറിനെ പറ്റി ചോദിക്കലുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മളിങ്ങനെ ബുക്സ് മെല്ലെ മെല്ലെ വാങ്ങി അല്ലെങ്കിൽ അങ്ങനെ നമ്മൾക്ക് ഒരു ഫേവറേറ്റ് സ്പേസ് ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ. അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു സ്പേസാണ് ഈ ബാക്കിൽ കാണുന്നത്. അപ്പം ഇക്കൊന്നും നമ്മുടെ എല്ലാ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും അല്ലാണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോസ് ആണെങ്കിലും ബ്രാൻഡ് വീഡിയോയിലൊക്കെ ഇതായിരിക്കും, അല്ലെ ഫോട്ടോസൊക്കെ ആണെങ്കിലും പർട്ടിക്കുലർലി ബാക്ക്ഗ്രൗണ്ട് ആവാം അല്ലേ. സോ അപ്പം ഇങ്ങനെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത് ഒന്ന് കാണിച്ചു തരാനൊക്കെ. അപ്പം നമ്മളിങ്ങനെ വിചാരിച്ച് വെറുതിരിക്കല്ലേ. അപ്പം നമുക്ക് നമ്മുടേത് ഒരു കുഞ്ഞു റൂമാണ്. അപ്പം ഈ കുഞ്ഞു റൂമൊക്കെ കാണിക്കാന്ന്. പിന്നെ രാവിലെ നീറ്റപ്പോൾ അബ്രിക്ക് ബോധോദയം ഈ ഏരിയ എല്ലാവരും പറയണേ ഇന്ന് ഇതിൻ്റെ ഒരു വ്ളോഗ് എടുക്കുക. ഓരോ മനുഷ്യ രാത്രി ഇങ്ങനെ പ്ലാൻ ചെയ്ത രാവിലെ നീറ്റിൻ്റെ ബോധം വന്നതാ. അപ്പം ഇങ്ങനെ പക്ഷെ ഇത് എന്താ പറയുക, അപ്പം ഡൽഹിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഭയങ്കര ചെറുതാണെങ്കിൽ പോലും. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ടേ നാട്ടിലൊക്കെ താമസിക്കണ ഒരു വാടകക്കാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ അയ്യോ വാടകക്കാണോ അതൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. പക്ഷെ ഇത് നമ്മൾ റെൻറ്റഡ് ആയിട്ട് എടുത്തതാണെങ്കിലും നമുക്കൊരു ഹോം ഫീലിംഗ് തന്നെ അല്ലേ. അപ്പം എനിക്ക് ശരിക്കും എൻ്റെ വീട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വീട് കഴിഞ്ഞാൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മളുടെ ഒരു സ്പേസ്. എനിക്കൊന്ന് എൻ്റെ വീട്ടിനേക്കാൾ നമുക്ക് നമ്മളുടെ സ്പേസ് ഫുള്ള് നമ്മുടേതാണല്ലോ. മുന്നേ എനിക്കൊന്ന് ഞാൻ ഡൽഹിയിൽ വന്നിട്ട് ഒരു 7 വർഷമായി. പക്ഷെ ഒരു 7-8 റൂം ഞാൻ മാറിയിട്ടുണ്ടാവും എൻ്റെ കേസിലും. അങ്ങനത്തെ ഇപ്പം നമ്മളുടെ ഈ സ്പേസിൻ്റെ പേര് ഇടം എന്നാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ 4 പേരുണ്ടായിരുന്നു, 2 പേര് അബ്രോഡ് പോയി. പക്ഷെ നമ്മൾ ആ പേര് ക്യാരി ഓൺ ചെയ്തു. ഇപ്പോഴും നമ്മുടെ ഈ സ്പേസിൻ്റെ പേര് ഇടം തന്നെയാണ്. നമ്മളുടെ ഒരു സ്പേസ്, നമ്മുടെ ഇടം, നമ്മളൊരു ഇത് ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നതിനൊക്കെ ഒരു സ്പേസ്, ഇടം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ഇമോഷണൽ കണക്ഷനൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇപ്പം കാണിക്കാൻ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല. ഒരു 2 ആൾക്കാർ കൂടുതൽ വന്നാൽ തന്നെ ഈ സ്പേസ് ഭയങ്കര ഒക്യുപ്പൈഡ് ആണ്. 2 പേർക്ക് കറക്റ്റ് ഫിറ്റാണ്. അപ്പം അങ്ങനെ. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്തൊക്കെ റെൻറ്റഡ് ആയിട്ട് താമസിക്കുന്ന മിക്ക ആൾക്കാർക്കും ഉള്ളൊരു സംഗതിയാണ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കാന്നുള്ളത്. എന്തെങ്കിലും പ്രശ്നം എല്ലാ റൂമിനും ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഓണറിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ നൈബേഴ്സിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയുടെ പ്രശ്നം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ റെൻറ്റ് കൂടുന്നത് കുറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതൊരു പൊതു തത്വമാണ്. പക്ഷെ ഈ ഫ്ലാറ്റ് ഇതുവരെ നിന്നതിൽ ഈ നൈബറുടെ ഇഷ്യൂ, ഈ ഓണറുടെ ഇഷ്യൂ, ഇതൊക്കെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് കിട്ടിയ ഒരു റൂമാട്ടത്. നല്ല നൈബേഴ്സ് ആണ്. പിന്നെ അത് ഭയങ്കര ഫാക്ടർ. ഞാനിതിന്റെ മുന്നേ നിന്ന റൂമിൽ വെളിച്ചെത്തില്ല, തീരെ വെളിച്ചെത്തില്ല. രാത്രിയും പകലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള റൂം ഇതിന്റെ മുന്നേ നിന്ന റൂം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയപ്പോ ഇതൊരു സ്വർഗമായിരുന്നു. ശരിക്കും അങ്ങനത്തെ റൂമിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അത് നമ്മൾ എത്രത്തോളം മെന്റലി ആൻഡ് ഫിസിക്കലി എഫക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. ഇത് പക്ഷെ ഭയങ്കര രസമാണ്. ഇപ്പം നമുക്ക് ഭയങ്കര ഈസിലി ആക്സസിബിൾ ആണ്. മെട്രോക്കാണെങ്കിലും അല്ലെങ്കിൽ താഴേക്ക് ഇപ്പം നമുക്ക് ഗ്രോസറീസ് മേടിക്കാണെങ്കിലും വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാം ഭയങ്കര ആക്സസിബിളാ. പ്ലസ് നല്ല ഓണറാണ്, വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാത്ത നൈബേഴ്സാണ്. നമുക്ക് നമ്മുടെ പ്രൈവസി സംഗതികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഓടിപ്പോയി വീട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഷൂറാക്കാണ് കേട്ടോ. ഈ ഷൂറാക്ക് മറ്റേ ഡൽഹിക്കാരുടെ നാഷണൽ ഷൂറാക്കാണ്. ഷൂറാക്കായിട്ടും ബുക്ക് വെക്കണ ഷെൽഫായിട്ടൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ ഷൂറാക്ക് നോക്കിയാൽ പെർട്ടിക്കുലർലി നിങ്ങൾക്കൊരു സാധനം നോട്ട് ചെയ്യാൻ പറ്റും. എല്ലാം ഒരു വൈറ്റിൻ്റെ കളർ, പിന്നെ ആകെ ഒരു ബ്രൗൺ ഉള്ളത് ഞാൻ ഓഫീസിൽ പോകുമ്പോഴുള്ള ഷൂ ആണ്. ബാക്കിയെല്ലാം ഒന്നുമില്ല ഒരു വൈറ്റ് അല്ല, ഒരു പാസ്റ്റൽ കളേഴ്സാണ് ഫുൾ. നമ്മുടെ ഫുൾ വൈറ്റ് ഫാമിലിയാണ് ഷൂയുടെ കാര്യത്തിൽ. ആകെ ഒരു കുഞ്ഞി സ്പേസിൽ
ഇതാണ് നമ്മുടെ വർക്കിംഗ് ഏരിയ. നമ്മുടേതല്ല കേട്ടോ, പെർട്ടിക്കുലർലി ഇൻഫേഴ്സിൻ്റെത്. നമ്മൾ ഇതൊക്കെ മേടിച്ചു, എനിക്ക് ബാക്ക് പെയിന് അങ്ങനത്തെ സംഗതികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യണം. അതായത് മേലനങ്ങി പണിയെടുക്കാത്ത ആൾക്കാരാണ് ഞാനും ഇൻഫേഴ്സും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ബാക്ക് പെയിൻ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഈ ചെയറൊക്കെ മേടിച്ചു. പക്ഷെ എന്തൊക്കെ വാങ്ങിയാലും എനിക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ആ ബെഡിൽ ഇരുന്നിട്ട് ചാക്കുവെച്ച് ടേബിൾ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ലാപ്പ് വെച്ചിട്ടേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒന്നും ഇരുന്നാലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. രാത്രിയൊക്കെ അവൾക്ക് വർക്ക് ചെയ്യാൻ തോന്നാം. ഞാൻ ഉറങ്ങാൻ പോണ സമയത്തോളം ബെഡിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ. ഞാൻ ഒതുങ്ങി ഇരുന്ന് വർക്ക് ചെയ്യും. ഇതാണ് നമ്മളെ വർക്കിംഗ് സ്പേസ് കേട്ടോ. ഇത് നമുക്ക് ഷെബിന് തന്ന ടേബിളാണ്. ഓരോ ഫ്രണ്ട്സൊക്കെ ഓരോരൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അവരുടെ റൂം കാലിയാക്കുന്ന സമയത്ത് പോവാത്ത ഒരാളായിട്ടുള്ള നമ്മളോ, അപ്പൊ ആശ്രയം നമ്മളാണ്. ഇനി ആരുമില്ല, ഇനി നമ്മളാണ് പോവാനുള്ളത്. പോകുന്നുണ്ടെങ്കിൽ ബാക്കി നമ്മളുടെ ആ ട്രൈബിലുള്ള എല്ലാരും പോയി. അവസാന കണ്ണി നമ്മളാണ് ഇനി ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ പോകുമ്പോ ഇതൊക്കെ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോവാന്നുള്ള ഇതായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ അങ്ങനെ ഷെബിൻ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള ടേബിളാണത്. നന്ദി ഷെബിൻ. അബ്രി സുപ്രീം കോടതിയിലാണ് വർക്ക് ചെയ്യണത്. കഴിഞ്ഞ വർഷത്തെ ഈ വർഷം ഞാൻ ജനുവരിയിൽ ലീവ് ആയിരുന്നു, നാട്ടിലായിരുന്നു. ഞാൻ വന്നപ്പോ ഫെബ്രുവരി എനിക്കത് കലണ്ടേഴ്സൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. പിന്നെ ഞാൻ അങ്ങനെ നോക്കിയില്ല. അതുകൊണ്ട് 2025 കലണ്ടർ നമ്മള് ഫിക്സ് ചെയ്തിട്ടില്ല. 24 ആണ്. പിന്നെ ഇത് വരുന്ന എല്ലാവരും കണ്ടിട്ട് ഓ സുപ്രീം കോടതിയിലെ കലണ്ടറാണല്ലോ. അപ്പൊ അബ്രി പറയും ആ ഞാൻ സുപ്രീം കോടതിയിലാണ്. പിന്നെ ഇത് നമ്മുടെ ബാഡ്മിന്റൺ കിറ്റ്. നമ്മൾ ഇതുവരെ കളിച്ചിട്ടില്ല. കളിച്ചിട്ട് റെയറാണ്. ഒരു 1-2 തവണ പോയിട്ടു. എന്നാലും ഒരു ആഗ്രഹത്തിന്. അപ്പോൾ നമ്മുടെ ടീമൊക്കെ ഡൽഹിയിൽ നിന്ന് പോയി. നമ്മളെ എല്ലാ വീട്ടിലും ഒരു സ്പേസ് ഉണ്ടാവില്ല, എല്ലാം കൊണ്ട് ഡമ്പിടിക്കും. അത് നമ്മുടെ നാട്ടിലൊക്കെ മറ്റു പത്തായപ്പോരെ അങ്ങനെയൊക്കെ പറയില്ലേ, നമ്മൾ പുറത്തേക്കുള്ളതൊക്കെ ഇതിലൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഡംപ് ചെയ്യുക. ഇത് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ അങ്ങനെ ഒരു റാക്ക് പോലെ ഉണ്ട് അതിമേടാ. പിന്നെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ എന്താ, നമുക്ക് വിന്ററും സമ്മറും ഉണ്ട് എക്സ്ട്രീം. അപ്പൊ ഈ 2 ഡ്രസ്സും ഒരിക്കലും തമ്മിൽ ചേരൂല. അപ്പൊ നമ്മൾ വിന്റർ ആകുമ്പോൾ സമ്മർ ഡ്രസ് ഒക്കെ എടുത്ത് ഇങ്ങനെ കാർഡ്ബോർഡ്സിലൊക്കെ ആക്കിയിട്ട് ഇതിന്റെ മേലിടും. എന്നിട്ട് സമ്മർ ആകുമ്പോൾ നേരെ ഒക്കെ പുറത്തെടുത്ത് വിന്റർ ഡ്രസ്സ് കയറ്റും. ഇതന്നെ ഓരോ വർഷവും ഇങ്ങനെ. പിന്നെ നമ്മുടെ ഏതൊക്കെയോ ഫ്രണ്ട്സിന്റെ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം കൂടെ എടുത്ത് ഡംപ് ചെയ്യണ ഒരു സ്പേസാണ്. ഇവിടെ എന്തൊക്കെയുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ഇതാണ് നമ്മുടെ കുട്ടി ഹാൾ. സാധാരണ നമ്മൾ ഇവിടെ റൂമൊക്കെ എടുക്കണവർക്കറിയാം. ഇപ്പോൾ 1 BHK എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു ഫുൾ ഹാളൊന്നും നമുക്ക് കിട്ടൂല. ജസ്റ്റ് ഒരു റൂമും കിച്ചണും തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ ഇതിൽ നമുക്കൊരു വലിയ ഹാൾ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ് കേട്ടോ. ഇത് പക്ഷേ ശരിക്കും നമ്മൾ കുറേ ട്രാവൽ ചെയ്ത സമയത്ത് നമുക്ക് റൂമോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മള് വിചാരിക്കുന്നുമില്ല നമ്മൾ ഒരുമിച്ച് റൂമൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ സെറ്റാക്കുന്നൊക്കെ. അപ്പോൾ ഒരു 99.9% നമ്മൾ പോയ സ്ഥലങ്ങളും ഇതിലില്ല. ആകെ ഉള്ളത് മണാലി, രാജസ്ഥാന്, മഡ്ക്ലഡ്ഗഞ്ചാണ് നമ്മൾ പോയ സ്ഥലത്ത് നിന്ന് ഇത് മേടിച്ചത്. പിന്നെ നമ്മൾ ഒരു വട്ടം മണാലി പോയപ്പോൾ ഈ ലഡാക്കിൻ്റെയും സ്പിറ്റി വാലിയുടെ ഒക്കെ കണ്ടപ്പം ജസ്റ്റ് അവിടുന്ന് മേടിച്ചു. പക്ഷെ നമ്മൾ ശരിക്കും സ്പിറ്റിന്നോ അല്ലെങ്കിൽ ലഡാക്കിൽ നിന്നൊന്നും വാങ്ങിയതല്ല. നമ്മൾ അവിടെ പോയപ്പോഴൊന്നും ഇത് വാങ്ങണം എന്നുള്ളൊരു ബോധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല. ഇപ്പോൾ ഇനി പോകുമ്പോൾ നമുക്ക് വാങ്ങാം. ഇത് നമ്മൾ കുഞ്ഞു ഡൈനിങ് ടേബിൾ. ആദ്യം നമ്മൾ എന്താ പറയുക, നിലത്ത് വിരിച്ചിട്ടായിരുന്നു കഴിക്കൽ. ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യൽ. പക്ഷെ പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മൾ 2 ആൾ മാത്രമല്ലേ ഉള്ളൂ, സോ വൈ നോട്ട് നമ്മൾ ഓൾറെഡി 2 സ്റ്റഡി ടേബിളിൽ ഒരു സ്റ്റഡി ടേബിൾ എടുത്തിട്ട് ഡൈനിങ് ടേബിളാക്കി. ഇത് നമ്മൾ ഒരു വട്ടം സിക്കിമിൽ പോയപ്പോൾ വാങ്ങിയതാട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുള്ളൊരു പിക്ചറായിരുന്നു. അപ്പം നമ്മൾ അത് വാങ്ങി. പക്ഷെ ഇവിടെ വരുന്നവരൊക്കെ പറയാറുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സംഗതിയാണ്. ഇത് നമ്മൾ രാജസ്ഥാനിൽ പോയപ്പോൾ രാജസ്ഥാൻ്റെ ഓർമ്മക്കായിട്ട് പക്ഷെ നമ്മളങ്ങനെ സോനീസ് കളക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴാണ് കേട്ടോ, ഇപ്പം അടുത്താണ്.
അതിന്റെ മുന്നേ കുറെ കാലം നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ അങ്ങനെ ആഗ്രഹമുണ്ട്, പക്ഷെ നേരെ കുറച്ച് ട്രാവൽ ചെയ്യണത് അതിന് നേരെ പകുതിയൊക്കെ ആയിട്ട് ചുരുങ്ങി. ഇത് നമ്മളെ കോൺഫറൻസസിന്റെ ഓരോ അതിൽ മുഴുവൻ ഇൻഫാസ് മാലിക്കാണ് ഇവിടുത്തെ കഴിവുള്ള കുട്ടി. ഇതിലും തന്നെ നമ്മള് ഇത് നമ്മളെ ഈ ഗോപി ആരാന്നറിയോ? ഗോപി. ഇത് ഞാനാണ്. മാസ്റ്റർ ജാമ്യയിൽ വെച്ച് ഷൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഫുള്ള് ഈ സെന്റ് ജെഫ്രി കോളേജിലെ ഓരോ ID കാർഡ് തരും. അപ്പൊ അങ്ങനെ ഞാൻ അഭിനയിച്ച ക്യാരക്ടറാണ് ഗോപി. അയ്യോ, പിന്നെ ഇതിന്റെ അഭിക്കുട്ടനാണ്. ഇത് നമ്മളെ കുഞ്ഞു കിച്ചണാണ്. എനിക്കറിയില്ല, നമ്മളെ നാട്ടിലൊക്കെ കിച്ചൺ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മളൊരു വീടിൻ്റെ ഏറ്റവും വലിയ ഭാഗം അല്ലെങ്കിൽ ഒരു വലിയ കിച്ചൺ ഉണ്ടാവും. എൻ്റെ വീടൊക്കെ ഉമ്മാക്കൊക്കെ ഇങ്ങനെ കിച്ചൺ വലുതാകുമ്പോഴത്തോറും അതായിരിക്കും കംഫർട്ടബിൾ. പക്ഷെ നമുക്കിപ്പോൾ അത്ര ഇതൊന്നും ഇല്ല. പക്ഷെ നമ്മളെല്ലാം നമുക്ക് അതൊരു പരിമിതിയായിട്ട് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. കുഞ്ഞു ക്യൂട്ട് കിച്ചൺ. ഇനി നമ്മൾ കാണാൻ പോണത് നമ്മൾ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു റൂമാണ് ഈ ബെഡ്റൂം. മൾട്ടിപർപ്പസ് ബെഡ്റൂമാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കേട്ടോ, ചിലതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അടിച്ച് തുടക്കാറൊന്നുമില്ല, ഫുൾ പൊടിയാണല്ലോ അത്. ഇവിടെ ഉള്ളവർക്കറിയാം, നമ്മൾ ജസ്റ്റ് ഒരു ദിവസം ഇപ്പോൾ നമ്മൾ ഫോണൊക്കെ രാത്രി ടേബിളിലൊക്കെ വെച്ച് ഉറങ്ങാൻ കിടന്ന് രാവിലെ എണീക്കുമ്പം നല്ല പോലെ പൊടി പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഭയങ്കര പൊടിയാണ്, പ്രത്യേകിച്ച് നമ്മൾ റോഡ് സൈഡിലും കൂടെ ആയതുകൊണ്ട് നല്ല പൊടി ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ എന്താ പറയുക, ഫോട്ടോ കോർണർ, പിന്നെ റീഡിങ് കോർണർ എന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഈ ഷെൽഫ് മേടിക്കുമ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പകുതി ബുക്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ ഒരു 2 months 3 months ഇങ്ങനെ ഓരോ മാസവും ഞാൻ അങ്ങനെ ബുക്സ് വാങ്ങാറില്ല, പക്ഷെ ഒരു 2-3 months ഇങ്ങനെ ബുക്സ് മേടിക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. അങ്ങനെ ഇതൊക്കെ പക്ഷേ ഞാൻ കുറേ ആൾക്കാരുടെ അടുത്തുനിന്ന് എടുത്ത ബുക്സ്, എനിക്ക് കുറേ ആൾക്കാർ തന്ന ബുക്സൊക്കെ സെപ്പറേറ്റ്, അവർക്ക് കൊടുക്കാനുള്ള ബുക്സൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാണ് ഈ കോർണർ. ബിക്കോസ് നമുക്കത് മാറിപ്പോണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ഉള്ളൊരു സാധനമാണ് ബുക്സ് മേടിച്ചാൽ തിരിച്ച് കിട്ടൂല എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് വെച്ചേനെ. ഈ ഷെൽഫിൻ്റെ 99% ആബ്രി കയ്യേറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 3-4 ബുക്സ് ഉണ്ടാവും മാക്സിമം. പിന്നെ ഇതിൽ ഓരോ സംഗതികൾക്കും നമുക്ക് ഓരോ മെമ്മറീസ് ആണ് കേട്ടോ. അങ്ങനെയല്ല, ഇത് ഞാൻ ഇൻഫാസിന് ഏതോ ഒരു ബർത്ത്ഡേക്ക് കൊടുത്തതാണ്. പിന്നെ ഇത് ഞാൻ ഇൻഫാസിൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ കത്തിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ക്യാൻഡിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ക്യാൻഡിൽ ഉണ്ടാക്കുന്നത്, പക്ഷെ നല്ല മണം ഉണ്ടായിരുന്നു. ഇത് ഞാൻ ജാമ്യന്ന് പറിച്ചു കൊണ്ടുവന്ന് വെച്ച ബോഗൺ വില്ലേഴ്സ് ആണ്. ഇത് ഞങ്ങൾ സിക്കിമിൽ എന്തോ പോയപ്പോൾ വാങ്ങിയ ബുദ്ധനാണ്. അങ്ങനെ കുറേ പിന്നെ ഇത് ഇൻഫാസിൻ്റെ ബർത്ത്ഡേക്ക് ഓന് കൊടുത്ത സൺഫ്ലവർ ഡ്രൈ ആക്കിയതാണ്. ഇനി ഇത് എനിക്ക് സൂറത്ത് ചെയ്തു തന്നെ കേട്ടോ. സൂറത്ത് മറ്റേ മാക്രമീസ് പഠിച്ചു. പിന്നെ ഇവിടെ അലക്കുട്ടിയുടെ ഒരു ഡോഗ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ഇങ്ങനെ നോക്കിയാൽ കാണാം. ഇതൊക്കെ നമ്മളെ വെഡ്ഡിങ് റിലേറ്റഡ് പിക്ചേഴ്സാണ്. പിന്നെ അത് ഇൻഫാസിൻ്റെ ഒരു ബർത്ത്ഡേക്ക് അതിന് വരച്ചു കൊടുത്തതാണ്. അതെ, ബ്രസീൽ. പിന്നെ ഇങ്ങനെ കുറേ സംഗതി. ഇത് എനിക്ക് സ്മൃതിയുടെ ഫെയർവെല്ലിന് കിട്ടിയ സംഗതിയാണ്. ഇതൊക്കെ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ദേവു അയച്ചതാണ്, എഴുതി അയച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ കുറേ പോർട്രേറ്റ്സ് ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ടീം ഇടം നമ്മൾ 4 പേരായിരുന്നു. ഷുഹൈബ്, പാത്തു, ഞാൻ, അബ്രി. പിന്നെ എന്താ, പിന്നെ അങ്ങനെ കുറച്ച് പോർട്രേറ്റ്സ് കുറേ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ റൂമൊക്കെ മാറിയതിൽ ഇങ്ങനെ കുറേയൊക്കെ നാശമായിപ്പോയി. പിന്നെ അതൊക്കെ ഒന്നുകൂടെ റീപ്ലേസ് ചെയ്യാനുണ്ട്. പിന്നെ ഇത് നമ്മൾ നോർത്ത് ഈസ്റ്റ് എന്തോ പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് നമ്മൾ നമ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗാങ്ടെക്കിൽ പോയപ്പോൾ അവരെല്ലാവർക്കും ഒരു സൊവനീർ പോലെ കൊടുക്കുന്നതാണ് കേട്ടോ.
ഇത് ഞാൻ പിന്നെ ഇൻഫാസിന്റെ ബർത്ത്ഡേക്കോ എന്തിനോ കൊടുത്തതാണ്. ഇത് നല്ല കോമഡി സ്റ്റോറി ഉണ്ട്. ഞാൻ ഇങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരുപാട് ചെയ്യാൻ ക്ഷമയില്ലാത്ത ആളാണ്. പക്ഷെ ബട്ട് സ്റ്റിൽ ഞാൻ അതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തപ്പോൾ ഇൻഫാസിനോട് ചോദിച്ച് എന്തിനാണ് എനിക്ക് കരിഞ്ഞ പേപ്പറിൽ എഴുതി തന്നത്. അങ്ങനെ കുറേ സംഗതികളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ നമ്മൾ ജാമ്യന്ന് പറിക്കുന്ന പ്ലാന്റ് എപ്പോഴേലും പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ അലമാരി. ഇതിലാണ് നമ്മളെല്ലാ സാധനവും. ഞാൻ പറഞ്ഞില്ലേ സമ്മർ ആകുമ്പോൾ വിൻ്റർത്തെ ഡ്രസ്സൊക്കെ മേലെ കയറ്റിയിട്ട് സമ്മർ ഡ്രസ്സ് നിറയ്ക്കും. വിൻ്റർ ആകുമ്പോൾ നേരെ സമ്മർ ഡ്രസ്സൊക്കെ കയറ്റിയിട്ട് വിൻ്റർ ഡ്രസ്സ് നിറയ്ക്കും. അങ്ങനെ ഇതിപ്പോൾ ഓൾമോസ്റ്റ് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഈ റൂമിൻ്റെ വേറെ പ്രത്യേകത, നമ്മൾ ഇനി എന്ത് വാങ്ങിയാലും ഈ റൂമിൽ വെക്കാൻ സ്ഥലമില്ല. നമ്മളൊരു മറ്റേ ഡ്രസ്സൊക്കെ വെക്കണ സാധനം വാങ്ങിയിട്ട് ഇത് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ അത് ഫില്ലായിട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ സാധനം വാങ്ങാന്നുള്ളത് നമ്മൾ വാങ്ങിയാലും വെക്കാൻ സ്ഥലമില്ല എന്നുള്ളത്. ഈ റൂമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഡൽഹിയിലൊരു റൂം എടുക്കുമ്പോഴൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് മിസ് ചെയ്യാൻ നല്ലൊരു ബാൽക്കണിയാണ്. ഈ റൂമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നതും നല്ലൊരു ബാൽക്കണി ഉണ്ട് എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ എന്താ പറയുക, ഈ ശരിക്കും ബാൽക്കണി ഉള്ള റൂമിന് ഇവിടെ റെൻറ്റ് കൂടുതലാണ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചം വരുന്ന റൂമിന് റെൻറ്റ് കൂടുതലാണ്. ബിക്കോസ് ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള സംഗതികളൊക്കെ ഇവിടെ ലക്ഷറിയാണ്. അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ഈ മരം ഇങ്ങനെ ഇപ്പം തളിരിട്ട്, അപ്പം ഈ മരം ഇങ്ങനെ ഇതാവും, അതിൻ്റെ ഷാഡോസ് ഉണ്ടാവും. മഴയൊക്കെ പെയ്താൽ നല്ല രസമാട്ടോ ഇവിടെ നിൽക്കാൻ. പക്ഷെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് പൊടി കയറും. അപ്പം അത് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും വെളിച്ചം, ബാൽക്കണി എന്നൊക്കെ പറയണത് ഒരു ലക്ഷറി ആയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇതൊക്കെ കിട്ടാതെ പറയണത് നല്ല കാര്യമാണ്. നല്ല കാറ്റല്ലേ? നല്ല കാറ്റ്. സോ അതാണ് അപ്പം നമ്മുടെ കുഞ്ഞു കുട്ടി റൂം. അപ്പോൾ വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും നമുക്ക് ഈ റൂമിലുള്ള മെമ്മറീസ്, മൊമെൻറ്റ്സ് ഒക്കെ ഭയങ്കര ഭയങ്കര വലുതാണ് കേട്ടോ. നമ്മളിത് ഒരിക്കലും ഒരു റെൻറ്റഡ് സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറേ ഇല്ല. ഒന്നാമത് ഈ താത്താക്ക് റെൻ്റ് അയക്കിച്ച് കൊടുക്കും വന്നതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നാമത് ഈ അവരുടെ ഇന്നോവേഷൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ നമ്മുടെ ഒരു സ്പേസ് പോലെയാണ് ഇതിനെ നോച്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ റൂം കൊടുക്കേണ്ടിയൊക്കെ വരുമ്പോൾ ഭയങ്കര വിഷമം തോന്നും കേട്ടോ. നമുക്ക് ഈ ഒരു ഇത്രയും എഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു റൂം വേറെ ഉണ്ടായിട്ടില്ല. ഭയങ്കര ഭയങ്കര നമുക്കിങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയെന്നൊക്കെ പറയൂല, അങ്ങനത്തെ ഒരു സ്പേസാണ് കേട്ടോ. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണ അത്ര ചെറിയ സ്പേസ്. അങ്ങനെ ഇതിൻ്റെ ഒരു ഈ ഹോം ടൂർ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ് ഞാൻ നിന്ന റൂമുകളിലൊക്കെ ആ റൂമിൻ്റെ ഓർമ്മകൾ എൻ്റെ അടുത്തുണ്ട് എന്നുള്ളത് മാറ്റിയിട്ട് അതിൻ്റെ പിക്ചേഴ്സോ വീഡിയോസോ ഒന്നും അങ്ങനെ നോക്കിയാൽ കിട്ടില്ല. ഇതൊരു ഹോം ടൂറായിട്ട് ഇവിടെ കിടക്കുന്ന പോലെ തന്നെ എന്നും നോക്കാൻ ഭയങ്കര രസമാവും. നമ്മൾ പണ്ട് നിന്ന റൂമല്ലേ എന്നുള്ള ഒരു സാധനം, ആ ഒരു ഫീലിംഗ് നല്ല ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ തന്നെ എനിക്ക് ഏറ്റവും ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുന്നത്. എനിക്ക് എന്ന് വേണേലും ഡൽഹിയിലെ റൂം കാണാമെന്നുള്ളൊരു സാധനമുണ്ട്. ഇനി കുറച്ച് കാലം കഴിഞ്ഞാലും ഒരു മെമ്മറി ഒക്കെ ആയിട്ട് എടുത്ത് നോക്കാം. സോ അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഹോം ടൂർ, ഇടം ടൂർ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.